നമസ്കാരം. ഇന്നത്തെ കറി ഒരു തീയലാണ്. വെണ്ടയ്ക്ക തീയൽ. വെണ്ടയ്ക്കയും ചെറിയുള്ളിയും കൂടിയുള്ള തീയൽ അതീവ രുചികരമായൊരു കറിയാണ്. ഇത് അല്പം ശ്രദ്ധയോടെയും ക്ഷമയോടെയും ചെയ്താൽ ഈ രുചികരമായ കറി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5-6 വെണ്ടയ്ക്കയും അതുപോലെ ഒരു 10-15 ചെറിയുള്ളിയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വൃത്തിയാക്കി അത് കഴുകി എടുത്തിട്ട് അതിൻ്റെ വെള്ളം വാർന്ന് ഒരു തുണി കൊണ്ട് ഒപ്പി വെച്ചിരിക്കുന്നതാണ്. ഇനി തീയലിൻ്റെ അരപ്പിനായിട്ട് വേണ്ടത് തേങ്ങ വേണം, മല്ലി വേണം, മുളക് വേണം, മഞ്ഞൾ വേണം. ഇതെല്ലാം കൂടെ വറുത്ത് അരച്ചെടുക്കലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ തേങ്ങ വറക്കാനിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തീയിലിട്ട് വേണം തേങ്ങ വറക്കാനായിട്ട്. അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ചെറിയ തീ കിടന്ന് അത് വറുത്ത് നല്ല ഡാർക്ക് ബ്രൗൺ നിറം വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം തീരെ കുറച്ചിടണം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ചേർക്കണം, മല്ലിപ്പൊടി ചേർക്കണം, മുളക് പൊടി ചേർക്കണം, കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, പിന്നെ പെരുംജീരകം പൊടിച്ചതും. ഇത്രയുമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ പൊടികളൊക്കെ ഇട്ട് ഒന്ന് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നന്നായി ആറിയതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ ഈ വറക്കുമ്പോൾ വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. കറിക്ക് കൂടുതൽ രുചികരമാവും. അതല്ല വെളിച്ചെണ്ണ ചേർക്കാതെയും വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരക്കേണ്ടത്, മിക്സി ജാറിലാണ് അരയ്ക്കുന്നതെങ്കിൽ ആദ്യം നന്നായി തണുത്തതിന് ശേഷമാണ് അരക്കേണ്ടത്. വെള്ളം ചേർക്കാതെ ഒരു പേസ്റ്റ് പാകത്തിനാക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ വെള്ളം ചേർത്തരക്കാം. അല്ലെങ്കിൽ നമ്മൾ അരപ്പ് കറിയിലേക്ക് കൂട്ടുമ്പോൾ വെള്ളം ചേർത്താലും മതി. അപ്പം നമ്മുടെ തേങ്ങയിൽ മസാലകളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉള്ളിയും ഉണ്ടല്ലോ, അപ്പോൾ ആ വെണ്ടയ്ക്കായ ഒരു 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. വലിയ ഉള്ളിയാണെങ്കിൽ 2-3 ആയിട്ട് മുറിച്ചിടാം. പിന്നെ തീയലിൻ്റെ ആവശ്യത്തിനുള്ള പുളിയും പിഴിഞ്ഞ് വെക്കണം. തീയൽ വെക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ അതിലിട്ട് വഴറ്റിയെടുക്കുക. ഒരു ഫ്ലെയിം കൂട്ടാതെ ചെറിയ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ അനുവദിക്കാം. തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും പോരാത്ത വെള്ളവും, അരപ്പ് കഴുകിയെടുത്ത ആ വെള്ളവും കൂടിയൊക്കെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ വറുത്തരച്ച തേങ്ങയുടെ എണ്ണ തെളിഞ്ഞു വരും. അതാണ് അതിൻ്റെ പാകം. അരപ്പ് തിളച്ചതിന് ശേഷം തീ കുറച്ചിടുക. എന്നിട്ട് കറിയിൽ എണ്ണ തെളിയാൻ അനുവദിക്കുക. ഇനി കറിയിൽ താളിച്ചിടലാണ്. താളിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളക് കീറിയതും കറിവേപ്പിലയും കൂടെ താളിച്ചിടുക. താളിച്ചിട്ടിട്ട് ആ താളിപ്പ് കുറച്ച് നേരം അനക്കാതെ അങ്ങനെ വെക്കുക. ശേഷം ഇളക്കി യോജിപ്പിച്ച് കറിയെടുക്കുക. തീയലിൻ്റെ കൂടെ ചോറിനായിട്ട് കട്ടത്തൈരോ അല്ലെങ്കിൽ മോരുകറിയോ മോര് കാച്ചിയതോ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്